ഇന്ന് കളി കഴിഞ്ഞ് കോഹ്ലി ചെയ്തൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത്. കോഹ്ലിയുടെ നല്ല മനസ്സിനെ കൈയടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. കോഹ്ലിക്കൊപ്പം തന്നെ സഞ്ജുവിനും കൈയടി കിട്ടി. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. RCBക്കെതിരെ ഇന്ന് രാജസ്ഥാൻ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. രാജസ്ഥാൻ RCB ഒരു എതിരാളി പോലുമല്ലായിരുന്നു. RCB 153 റൺസ് എടുത്തിട്ടും രാജസ്ഥാൻ ഈസി ആയിട്ട് കളി ജയിച്ചു. കോഹ്ലിയുടെ സെഞ്ചുറി പാഴായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കോഹ്ലി സെഞ്ചുറി അടിച്ചാലും കോഹ്ലിക്ക് വലിയ സന്തോഷമില്ല. കാരണം ഇന്ന് രാജസ്ഥാനാണ് കളി ജയിച്ചത്. കോഹ്ലിയുടെ സെഞ്ചുറി കൊണ്ട് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് തന്നെ RCB ആരാധകരും ഇന്ന് നിരാശയിലായിരുന്നു. ഇന്ന് കളി കഴിഞ്ഞ് കോഹ്ലി ചെയ്തൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത്. കളി കഴിഞ്ഞ് ഗ്രൗണ്ട് സ്റ്റാഫിനോടൊപ്പം തന്നെ കോഹ്ലി ഇന്ന് ഫോട്ടോ എടുത്തു. ഇത് കണ്ട നിമിഷം തന്നെ സഞ്ജുവും ഓടി വന്ന് അവരുടെ കൂടെ കൂടി. അതുകൊണ്ട് തന്നെ ആരാധകർ കൈയടിച്ചിരിക്കുകയാണ്. ഗ്രൗണ്ട് സ്റ്റാഫുമായിട്ട് ഇതിഹാസ താരങ്ങൾ ഫോട്ടോ അങ്ങനെ എടുക്കാറില്ല. മുൻപ് ഇതുപോലെ ധോണി ചെയ്തിട്ടുണ്ട്. അതിന് നല്ലൊരു മനസ്സ് ആവശ്യമാണ്. കോഹ്ലിക്കൊപ്പം തന്നെ ഓടി വന്ന് സഞ്ജുവും ഇന്ന് ഫോട്ടോ എടുത്തു. അവിടെയുള്ള സ്റ്റാഫുകൾക്ക് സന്തോഷമായി. അവരുടെ മനസ്സ് നിറഞ്ഞു. കോഹ്ലിയും സഞ്ജുവും നല്ല മനസ്സിന് ഉടമകളാണെന്ന് നമുക്കറിയാം. മുൻപ് സഞ്ജു ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ മത്സരം കഴിഞ്ഞ് സഞ്ജു ഗ്രൗണ്ട് സ്റ്റാഫുമായിട്ട് ഫോട്ടോ എടുത്തു. അവർക്കത് വലിയ സന്തോഷമായിരുന്നു. സഞ്ജുവിനാണെങ്കിൽ യാതൊരു ജാടയുമില്ല. ആര് ഫോട്ടോ എടുക്കാൻ പറഞ്ഞാലും സഞ്ജു പോയി നിൽക്കും. സഞ്ജു അത്രയ്ക്കും സിമ്പിളാണ്. ഹാർദിക് പാണ്ഡ്യയെ പോലെയല്ല സഞ്ജുവും കോഹ്ലിയും. പാണ്ഡ്യയാണെങ്കിൽ ഫാൻസുകാരെ വെറുപ്പിക്കുകയാണ്. ഫാൻസ് ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെട്ടാൽ പാണ്ഡ്യയാണെങ്കിൽ അത് അനുവദിക്കില്ല. എന്നാൽ കോഹ്ലിയും സഞ്ജുവും ഇവിടെ വ്യത്യസ്തനാണ്. ഗ്രൗണ്ട് സ്റ്റാഫുമായിട്ട് ഫോട്ടോ എടുത്തത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. എന്തായാലും രാജസ്ഥാൻ അടുപ്പിച്ച് 4 മാച്ച് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.